ഏവർക്കും ഈസി മാത്സ് കോർണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ ഭാഗമായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് AP-യിലെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ അല്ലെങ്കിൽ സമാന്തര ശ്രേണിയുടെ ലാസ്റ്റ് ടേം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x1 + n-1 × d ആണ്. ഇതിനകത്ത് കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ഡി ഈക്വൽ ടു എക്സ് എൻ, ഈ x1 ഇപ്പുറത്തോട്ട് മാറുമ്പോൾ ഈക്വൽ ടു സൈൻ ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ എന്താവും? x1 ആവും. ഇവിടെ ഡിയുടെ കൂടെ n-1 എന്ത് ചെയ്തിരിക്കുകയാണ്? ഗുണിച്ചിരിക്കുകയാണ്. അതെന്ത് ചെയ്യും? ഡിവൈഡ് ആവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡി ഈക്വൽ ടു എക്സ് എൻ മൈനസ് x1 ഡിവൈഡഡ് ബൈ n-1 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഇതും എന്താണ്? കോമൺ ഡിഫറൻസ് കാണാനുള്ള ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, അടുത്തത് അരിത്തമാറ്റിക് സീക്വൻസിന്റെ സമ്മ് കാണാനുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഇക്വേഷൻസ് നമുക്ക് പരിചയപ്പെടാം. ഇനി നോക്കിയേ, x1, x2, x3 ഇത് എന്താണ്? ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയാണ്. അങ്ങനാണെങ്കിൽ ഈ തന്നിരിക്കുന്ന സീക്വൻസിന്റെ സമ്മ് കാണാൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എസ് ആണ്. എസ് എൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n/2 × 2x1 + n-1 × d. ഇതാണ് എന്ത്? സമ്മ് കാണാനുള്ള ഒന്നാമത്തെ ഇക്വേഷൻ. എന്താണ്? ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ സമ്മ് കാണാനുള്ള കോമൺ ആയിട്ട് വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് n/2 × 2x1 + n-1 × d ആണ്. ഇതിനകത്ത് n എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന സീക്വൻസിനകത്ത് എത്ര ടേംസ് ഉണ്ട്? n എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ ഓഫ് ടേംസ്. എത്ര പദങ്ങളാണ് തന്നിരിക്കുന്ന ശ്രേണിയിൽ ഉള്ളത്? അതാണ് എന്തത്? n എന്ന് വിചാരിച്ചാൽ. ഓക്കെ, അതിനകത്ത് x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ഒന്നാം പദമാണ്. ഇനി ഡി എന്ന് പറഞ്ഞാലോ? ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ എന്താണ്? പൊതുവ്യത്യാസമാണ്. അന്നേരം നമ്മൾ ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ സമ്മ് കാണാനുള്ള ഒരു ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് n/2 × 2x1 + n-1 × d ആണ്. ഓക്കെ ആണല്ലോ? x1, x2, x3, അതിലെ ലാസ്റ്റ് ടേം xn ആണെങ്കിൽ, ഇതാണ് ലാസ്റ്റ് ടേം xn ആണെങ്കിൽ, ഈ തന്നിരിക്കുന്ന അരിത്തമാറ്റിക് സീക്വൻസിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് Sn ഈക്വൽ ടു എങ്ങനെ എഴുതാം നമുക്ക്? n/2 × x1 + xn ആയിരിക്കും. ഇതാണ് നമുക്ക് ഒരു തന്നിരിക്കുന്ന അരിത്തമാറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സമ്മ് കാണാനുള്ള, അതിന്റെ തുക കാണാനുള്ള, തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? Sn ഈക്വൽ ടു n/2 × x1 + xn. x1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ഒന്നാം പദം, xn എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം ആണ്. എന്താണ്? xn എന്ന് പറയുന്നത് എന്താണ്? ലാസ്റ്റ് ടേം ആണ്. എന്നിട്ട് ഇതും എന്താണ്? ഒരു ഇക്വേഷൻസ് ആണ്. ഈ ഇക്വേഷൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക? കാണാതെ പഠിക്കുക. നമുക്ക് പ്രോബ്ലം വരുമ്പോൾ ഈ ഇക്വേഷൻസ് എന്ത് ചെയ്യും? നമുക്ക് പ്രയോജനപ്പെടും. ഓക്കെ, അത് രണ്ടാമത്തെ ഇക്വേഷൻ ആണ്. Sn ഈക്വൽ ടു n/2 × x1 + xn. ഓക്കെ, അടുത്തൊരു കാര്യം, സം ഓഫ് ടേമിൽ നമുക്ക് തന്നിരിക്കുന്ന അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ, എക്സാമ്പിൾ നോക്കിക്കോ, x1, x2, x3, x4, x5. നോക്കിയേ, ഇവിടെ എത്ര ടേംസ് ആണുള്ളത്? 1, 2, 3, 4, 5. ഈ 5 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓഡ് നമ്പർ അല്ലേ, ഒരു ഒറ്റക്ക സംഖ്യ അല്ലേ? ഇങ്ങനെ ഓഡ് നമ്പർ ഓഫ് ടേംസ് വരുവാണെങ്കിൽ അതിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, എസ് ഓഡിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ
തന്നിരിക്കുന്ന സീക്വൻസിന്റെ മിഡിൽ ടേം ആദ്യം കണ്ടുപിടിക്കുക. ഇതിനകത്ത് മിഡിൽ ടേം ഏതാ? 5. x3 അല്ലേ മിഡിൽ ടേം. അന്നേരം x3 ഇൻറ്റു എന്തായിരിക്കും? നമ്പർ ഓഫ് ടേംസ് ആയിരിക്കും. എത്ര ടേം ഉണ്ട്? 1 2 3 4 5 എന്ന് വെച്ചാൽ 5 ആയിരിക്കും. ഇതായിരിക്കും എന്ത്? സമ്മ് കാണാനുള്ള ഇക്വേഷൻ. ഇതിനെ നമുക്ക് എങ്ങനെ ജനറൽ ഫോമിൽ എഴുതാം? മിഡിൽ ടേം എക്സ് മിഡിൽ ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഇതാണ് എന്ത്? എസ് ഓഡ് കാണാനുള്ള ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ. എന്താണ് ഞാൻ പറഞ്ഞത്? നമുക്ക് തന്നിരിക്കുന്ന അരിത്തമാറ്റിക് സീക്വൻസിൽ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ, ഓഡ് നമ്പർ ഓഫ് ടേംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേംസുകൾ ഓഡ് ആയിരിക്കണം, ഒറ്റയ്ക്കായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3 4 5 5 നമ്പർ ആണല്ലോ. ഈ 5 എന്ന് പറയുന്നത് എന്താണ്? ഓഡ് നമ്പറാണ്. 7 ഓഡ് നമ്പറാണ്. 9 ഓഡ് നമ്പറാണ്. അങ്ങനെ ഒറ്റക്ക സംഖ്യ വരുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് മിഡിൽ തന്നിരിക്കുന്ന ശ്രേണിയുടെ മിഡിൽ ടേം കണ്ടുപിടിക്കുക. ഇവിടെ 5 എണ്ണം ആയതുകൊണ്ട് മിഡിൽ ഏതായിരിക്കും? മൂന്നാമത്തെ ടേം ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി 7 ആണെങ്കിൽ ഏതായിരിക്കും മിഡിൽ ടേം ആയിട്ട് വരുന്നത്? 4 ആയിരിക്കും. x4 ആയിരിക്കും മിഡിൽ ആയിട്ട് വരുന്നത്. ആ മിഡിൽ ടേം ഇൻറ്റു എത്ര ടേം ഉണ്ടെന്ന് നോക്കുക. ഇപ്പൊ 5 ആണെങ്കിൽ എത്ര ടേം ഉണ്ട്? 5 ടേംസ് ആണുള്ളത്. ഇപ്പൊ 9 ആണെങ്കിലോ 9 ടേംസ് കാണും. അന്നേരം എസ് ഓഡ് എന്ന് പറയുന്നത് എക്സ് മിഡിൽ ഇൻറ്റു എൻ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമ്പർ ഓഫ് ടേംസ് ഈവൻ ആണെങ്കിൽ, നോക്കിയോ, x1, x2, x3, x4, x5, x6 ഇരട്ടയാണെങ്കിൽ, ഇരട്ടക്ക സംഖ്യ ആണെങ്കിൽ, നമ്പർ ഓഫ് ടേംസ് ഈവൻ നമ്പർ ആണെങ്കിൽ, ഇതിനകത്ത് ഈവൻ നമ്പർ എന്ന് വെച്ചാൽ 1 2 3 4 5 6 6 നമ്പർ ഇല്ല. 6 എന്ന് വെച്ചാൽ എന്താണ്? ഈവൻ നമ്പേഴ്സ് ആണ്. ഇനി ഈവൻ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ സമ്മ് കാണാൻ, തന്നിരിക്കുന്ന അരിത്തമാറ്റിക് സീക്വൻസിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പേയേഴ്സ് ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. എന്താണ്? ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. x1 പ്ലസ് xn ആയിരിക്കും. എന്താണ്? ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഇക്വേഷൻ ആണ്. തന്നിരിക്കുന്ന അരിത്തമാറ്റിക് സീക്വൻസ് ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ, ഇതിവിടെ 6 ആയതുകൊണ്ട് ഈവൻ ആണ്. ഈവൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? എത്ര പെയർ ഉണ്ടെന്ന് കണക്കാക്കുക. ഇനി നമ്പർ ഓഫ് പേയേഴ്സ് ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. നമ്പർ ഓഫ് പേയേഴ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആദ്യം എത്ര ടേം ഉണ്ടെന്ന് നോക്കുക. ഇവിടെ 6 ടേം ആണല്ലോ. 6 ടേം എന്ന് പറയുമ്പോൾ n എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 6 ആയിരിക്കും. ഇനി പെയർ കണ്ടുപിടിക്കാൻ, ജോഡി കണ്ടുപിടിക്കണം, എന്ത് ചെയ്താൽ മതി? n/2 ചെയ്താൽ മതി. n/2 ചെയ്താൽ മതി. r/2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 3. അന്നേരം തന്നിരിക്കുന്ന അരിത്തമാറ്റിക് സീക്വൻസിൽ എത്ര പെയർ ഉണ്ട്? 3 പെയർ കാണും. അന്നേരം അതിന്റെ ഇക്വേഷൻ എങ്ങനെയാ? n/2 ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. അന്നേരം പെയർ കിട്ടും. ഇനി നോക്കിയാൽ 12 ടേംസ് ഉണ്ടെങ്കിലോ? 12 ടേംസ് ഉണ്ടെങ്കിൽ എത്ര പെയർ കാണും? 6 പെയർ കാണും. 20 ടേംസ് ഉണ്ടെങ്കിലോ 10 പെയർ കാണും. അന്നേരം അത് മനസ്സിലായല്ലോ. ഇനി എസ് ഈവൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് പേയേഴ്സ് ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണ്. ഓക്കെ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ നാച്ചുറൽ നമ്പറിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ. നാച്ചുറൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണൽ സംഖ്യ. നാച്ചുറൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എണ്ണൽ സംഖ്യയാണ്. നോക്കിയാൽ എണ്ണൽ സംഖ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3 4 എവിടം വരെ വരും? n വരെ വരും. എന്ന് വെച്ചാൽ നമ്മൾ എണ്ണുന്ന സംഖ്യ, അതാണ് ഇത് നാച്ചുറൽ നമ്പർ. ഈ നാച്ചുറൽ നമ്പറിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് നാച്ചുറൽ എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n+1 ഡിവൈഡഡ് ബൈ 2 ആണ്. എന്താണ്? നാച്ചുറൽ നമ്പറിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? n ഇൻറ്റു n+1 ഡിവൈഡഡ് ബൈ എന്താണ്? 2 ആണ് എന്തെന്ന് പറയുന്നത്? സം ഓഫ് നാച്ചുറൽ നമ്പർ. എക്സാമ്പിൾ 1 2 10 ഇതാവുമ്പോൾ ഇതിന്റെ സമ്മ് നമുക്ക് എങ്ങനെ കാണാം? എസ് 10 എന്ന് പറയുന്നത് ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. n ഇൻറ്റു n+1 ബൈ 2 ആണ്. ഇവിടെ n എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം ആണ്, അല്ലെങ്കിൽ
1 മുതൽ 10 വരെ ടേമല്ലേ ഉള്ളു. ഇതിൽ n എന്ന് വെച്ചാൽ എത്രയാണ്? 10 ഓക്കെ. 10 ഇൻറ്റു 10 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ഈ 2ഉം 10ഉം കൂടെ കട്ട് ചെയ്യും, എത്ര വരും? 5 വരും. 5 ഇൻറ്റു 10 പ്ലസ് 1 11. 5 ഇൻറ്റു 11 ഈക്വൽ ടു എത്രയാണ്? 55. ഇതിൻ്റെ ആൻസർ എത്ര വരുന്നത്? 55. അന്നേരം ഇതാണ് നാച്ചുറൽ നമ്പറിൻ്റെ സമ്മ് കാണാനുള്ള അടുത്ത ഇക്വേഷൻ. ഓക്കെ, ഇത് എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് നോക്കാൻ പോകുന്നത് ഈവൻ നമ്പേഴ്സിൻ്റെ ഈവൻ നമ്പർ ഓഫ് ടേംസ് അല്ല, ഈവൻ നമ്പേഴ്സിൻ്റെ ഇരട്ടക്ക സംഖ്യയുടെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ. ഫസ്റ്റ് ഈവൻ നമ്പേഴ്സ് ആണ്, എന്ന് വെച്ചാൽ 2, 4, 6 ഇങ്ങനെ തുടങ്ങിയ നമ്പേഴ്സിൻ്റെ എന്താണ് സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എസ് ഈവൻ എന്ന് പറയുന്നത് എന്താണ്? n ഇൻറ്റു n പ്ലസ് 1 ആയിരിക്കും. എന്താണ്? n ഇൻറ്റു n പ്ലസ് 1 ആണ് എന്തെന്ന് പറയുന്നത് ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ. ഫസ്റ്റ് ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n ഇൻറ്റു n പ്ലസ് 1. n എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ടേം ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി ഓഡ് നമ്പേഴ്സിൻ്റെ ആണെങ്കിലോ 1, 3, 5 തുടങ്ങിയ ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എസ് ഓഡ് എന്ന് പറയുന്നത് n സ്ക്വയർ ആയിരിക്കും. ഇതിനെ സ്ക്വയർ ചെയ്താൽ മതി. ഇതായിരിക്കും എന്തെന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സിൻ്റെ ഫസ്റ്റ് ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ n സ്ക്വയർ ആണ്. ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n ഇൻറ്റു n പ്ലസ് 1 ആണ്. ഓക്കെ. സം ഓഫ് ടേംസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജഗണിത രൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എൻ എന്ന് പറയുന്നത് എ എൻ സ്ക്വയർ പ്ലസ് ബി എൻ ആണ്. എന്താണ്? എ എൻ സ്ക്വയർ പ്ലസ് ബി എൻ ആണ് എന്തെന്ന് പറയുന്നത് ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് സം ഓഫ് ടേംസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇതിനകത്ത് എ എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസിന്റെ പകുതിയായിരിക്കും. ഈ എൻ സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ആയ എ എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസിന്റെ പകുതി ആയിരിക്കും. ഇനി എയും ബിയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയുടെ ഫസ്റ്റ് ടേം ആയിരിക്കും, ഒന്നാം പദമായിരിക്കും. എയും ബിയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? x1 ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസിൽ നിന്ന് തിയറി പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ.